ഡിഗ്രി പഠിക്കാൻ ഇനി തടസ്സങ്ങളില്ല. നിങ്ങളുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടോ? എന്നാൽ നിങ്ങൾക്ക് ഡിഗ്രി ബാസ് സ്റ്റഡി സെന്ററിലൂടെ പഠിക്കാം. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് നിങ്ങൾക്ക് PSC, UPSC പോലുള്ള എക്സാമുകൾക്കും അപ്ലൈ ചെയ്യാം. ഇനി വാല്യൂന്റെ കാര്യത്തിൽ നോ ടെൻഷൻ. ഇനി നിങ്ങൾ ആരും ഡിഗ്രി ഇല്ലാത്തതിന്റെ പേരിൽ റിജക്ട് ചെയ്യില്ല. സോ കൂടുതൽ വിവരങ്ങൾക്ക് കോൺടാക്ട് ചെയ്യൂ. ബാസ് സ്റ്റഡി സെന്റർ, കോർപ്പറേറ്റ് ഓഫീസ്, G3104, JNIS, കലൂർ, കൊച്ചി 682017. ഹലോ എവരിവൺ, ബാസ് ഡിസ്റ്റൻസ് ഡിഗ്രിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യുന്ന +2 കഴിഞ്ഞ് ജോയിൻ ചെയ്യുന്ന ഡിഗ്രിക്ക് ജോയിൻ ചെയ്യുന്ന സ്റ്റുഡൻസിന് ഒരു അഡ്മിറ്റ് കാർഡ് കിട്ടും. ഓക്കെ, അപ്പോൾ എന്താണ് അഡ്മിറ്റ് കാർഡ് എന്നും അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും നമുക്ക് ഈ വീഡിയോയിലൂടെ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടിരുന്ന് കാണാം. ഓക്കെ, അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. സീറ്റൊക്കെ ഓൾമോസ്റ്റ് ഫില്ലായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ സീറ്റ് പെട്ടെന്ന് തന്നെ കൺഫേം ചെയ്യുക. താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ +2 കഴിഞ്ഞ് ഡിഗ്രിയിൽ ജോയിൻ ചെയ്യുന്ന സ്റ്റുഡൻസ് ആണ്, അതായത് സ്റ്റുഡൻറ്റിന് ഉള്ള ഒരു കാർഡാണ് അഡ്മിറ്റ് കാർഡ് എന്ന് പറയുന്നത്. അതായത് ഈ അഡ്മിറ്റ് കാർഡ് നിങ്ങളെ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാർഡാണ് ഈ അഡ്മിറ്റ് കാർഡ് എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങളുടെ ID കാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ അഡ്മിറ്റ് കാർഡ് നമ്മൾ അഡ്മിഷൻ എടുത്ത് കഴിഞ്ഞ് രജിസ്ട്രേഷനും കഴിഞ്ഞിട്ട്, അതായത് രജിസ്ട്രേഷനിൽ റിജക്ഷൻ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് കിട്ടുന്നതാണ്. ഓക്കെ, ഈ അഡ്മിറ്റ് കാർഡ് ഡാഷ്ബോർഡിൽ നിന്നാണ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് എടുക്കേണ്ടത്. ഇനിയിപ്പോൾ ഡാഷ്ബോർഡിൽ തന്നെ നിങ്ങൾക്ക് പാസ്വേഡും യൂസർ ID എല്ലാം ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത് എല്ലാം ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്യുക. കാരണം നമുക്ക് എവിടെയെങ്കിലും ഒരു റിജക്ഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കത് പിന്നെ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ രജിസ്ട്രേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു 1.5 മാസത്തിൻ്റെ ഉള്ളിലാണ് ഈ അഡ്മിറ്റ് കാർഡ് കിട്ടുക. ഓക്കെ, ഇനിയിപ്പോൾ രജിസ്ട്രേഷൻ ടൈമിൽ എന്തെങ്കിലും റിജക്ഷൻ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ യൂണിവേഴ്സിറ്റി പറയുന്ന പ്രൂഫൊക്കെ ഒന്നും കൂടി അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അപ്ലോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്കും രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് കിട്ടുന്നതാണ്. ഓക്കെ, ഒരു 1.5 മാസത്തിൻ്റെ ഉള്ളിൽ എന്തായാലും നിങ്ങൾക്ക് ഒരു അഡ്മിറ്റ് കാർഡ് കിട്ടുന്നതാണ്. ഓക്കെ, ഈ അഡ്മിറ്റ് കാർഡ് കിട്ടിയ ശേഷം നിങ്ങൾ കറക്റ്റായിട്ട് സൂക്ഷിച്ച് വെക്കുക. അതായത് 3 വർഷം അല്ലെങ്കിൽ 4 വർഷം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുന്ന ടൈം വരെ നിങ്ങൾക്ക് ഈ അഡ്മിറ്റ് കാർഡ് നിർബന്ധമായിട്ടും സൂക്ഷിച്ച് വെക്കണം. കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും സർട്ടിഫിക്കറ്റിന് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ റീജിയണൽ സെൻറ്ററിൽ പോകണമെന്നുണ്ടെങ്കിലോ, അല്ലെങ്കിൽ എക്സാമിന് പോകുന്നുണ്ടെങ്കിലോ എല്ലാത്തിനും നമ്മുടെ ഈ ID കാർഡ് നിർബന്ധമായിട്ടും വേണം. ഓക്കെ, അപ്പോൾ അത് കളയാതെ സൂക്ഷിക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ അഡ്മിറ്റ് കാർഡിൽ നിങ്ങളെ അഡ്രസ്സ് ഉണ്ടായിരിക്കും, നിങ്ങളുടെ സിഗ്നേച്ചറും എല്ലാം ഉണ്ടായിരിക്കും. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള സ്പെല്ലിങ്ങും ആണോ, നിങ്ങളുടെ ഇനീഷ്യലും നിങ്ങളുടെ സ്പെല്ലിങ്ങും അല്ലെങ്കിൽ അഡ്രസ്സ് കറക്റ്റ് ആണോ, പിൻകോഡ് കറക്റ്റ് ആണോ ഒക്കെ കറക്റ്റായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക. ഓക്കെ, ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. എവിടെയെങ്കിലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ എവിടെയെങ്കിലും എന്തെങ്കിലും റിജക്ഷൻ വന്നാൽ നമുക്കത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അതെല്ലാം കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഈ അഡ്മിഷൻ കാർഡ് നമ്മളെ ഡാഷ്ബോർഡിലായിരിക്കും വരിക. അവിടെ നിന്നായിരിക്കും നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്നത്. അപ്പൊ ഡാഷ്ബോർഡിൽ എങ്ങനെ ഡൗൺലോഡ് ചെയ്യണം, എങ്ങനെ യൂസർ ID പാസ്വേഡ് എല്ലാം ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ ഈ ഡാഷ്ബോർഡിൽ നിന്നായിരിക്കും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ സ്റ്റുഡൻസ്, ഇവിടുത്തെ സ്റ്റുഡൻസ് ഒന്നും പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങളുടെ ഫുൾ ഈ സർവീസ് നമ്മളൊന്ന് ചെയ്തു തരും. അതായത് ഡാഷ്ബോർഡിൽ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുന്നതും അല്ലെങ്കിൽ യൂസർ ID ക്രിയേറ്റ് ചെയ്യുന്നതെല്ലാം നമ്മൾ ഇവിടുന്ന് ചെയ്തു തരും. ഞാൻ പുറത്തുള്ള സ്റ്റുഡൻസിൻ്റെ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമ്മുടെ സ്റ്റുഡൻസ് ഒന്നും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ സർവീസ് മൊത്തം നമ്മൾ ഇവിടുന്ന് ചെയ്തു തരും. ഓക്കെ,
അപ്പോൾ ഇത്രയാണ് അഡ്മിറ്റ് കാർഡിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോ. അതായത് കുറേ സ്റ്റുഡൻസിന് അറിയണ്ടായിരിക്കില്ല, ഈ +2 പുതുതായിട്ട് ജോയിൻ ചെയ്ത സ്റ്റുഡൻസിന് അറിയുന്നുണ്ടായിരിക്കില്ല എന്താണ് അഡ്മിറ്റ് കാർഡ് എന്നും അത് എവിടെ നിന്നാണ് കിട്ടുക എന്നും ഇനി എവിടെ നിന്നാണ് ഡൗൺലോഡ് ചെയ്യുക എന്നും എന്തൊക്കെയാണ് അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇനി ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ അഡ്മിഷൻ എടുക്കണം താല്പര്യമുള്ള സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് രജിസ്ട്രേഷനും കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സീറ്റ് ഓൾമോസ്റ്റ് ഫില്ലായിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ സീറ്റ് കൺഫേം ചെയ്യുക. അപ്പോൾ മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. കീപ് ഗോയിങ്, ഹാപ്പി ലേണിംഗ്.